ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്ന ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ അപ്പുറത്തെ വീട്ടിൽ ചക്ക പറിച്ചിരുന്നു, നല്ല പഴഞ്ചക്കയാണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നിരുന്നു, കുറേ ഉണ്ട്. ഞങ്ങൾ കുറച്ചൊക്കെ തിന്നു, എന്നിട്ടും ബാക്കിയുണ്ട്. അപ്പോൾ അമ്മമ്മ പറഞ്ഞു നമുക്ക് ഒരു ചക്ക പായസം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ വൈകുന്നേരം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചക്ക പായസം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, വേഗത്തിൽ തന്നെ ഉണ്ടാക്കാം. നമുക്ക് ചക്ക പായസം ഉണ്ടാക്കാം. അപ്പോൾ അടുക്കളയിലേക്ക് പോകാം. അതിലേക്ക് ഞാൻ കറക്റ്റ് പറയുന്നതായിരിക്കും. അതെ, ആദ്യം നമ്മൾ നല്ല പഴുത്ത വരിക്കച്ചക്കയോ അല്ലെങ്കിൽ പഴഞ്ചക്കയോ എടുക്കുക. ഇപ്പോൾ ഇവിടെ പഴഞ്ചക്കയാണ് കിട്ടിയത്. ചക്ക സീസണൊക്കെ ഓൾമോസ്റ്റ് എൻഡ് ആവാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ചക്ക എടുത്ത് ഒരു കുക്കറിൽ വെക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഒരു വിസിൽ വരണം. ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ നന്നായിട്ട് ചിരകിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചക്കയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചക്കയുടെ നാരൊക്കെ ഒന്ന് മാറ്റണം. അരിപ്പ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇങ്ങനെയോ മാറ്റാവുന്നതാണ്. നാരൊക്കെ മാറ്റി സെറ്റാകുമ്പോഴേക്കും ലാസ്റ്റ് ചക്കയുടെ ഫുൾ ഫ്ലേവറും ആയ വെള്ളത്തിൽ വന്നിട്ടുണ്ടാവും. അടുത്തതായി നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. മിക്സിയുടെ ജാറിൽ തേങ്ങയും വെള്ളം കൂടി ചേർത്ത് നന്നായി അരച്ചിട്ട് അതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ തേങ്ങാപ്പാൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. അടുത്തതായി നമ്മൾ കുറച്ച് അരിപ്പൊടിയിൽ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ മധുരത്തിന് ആവശ്യമായ വെള്ളം അല്ലെങ്കിൽ ശർക്കര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ശർക്കരയൊക്കെ നന്നായിട്ട് ഉരുകി വരുമ്പോൾ അരിപ്പൊടി മിക്സ് ചെയ്ത് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. അത് നന്നായി മിക്സായി വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മുടെ തേങ്ങാപ്പാൽ ചേർക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നന്നായി ഇളക്കണം. അപ്പോൾ ഇത് നന്നായി തിളച്ച് കുറുകി വരും. ഒരു പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ഏലക്കായോ ജീരകവോ പൊടിച്ച് ചേർക്കാം. കൂടാതെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യാം. ഇവിടെ കുറച്ച് നെയ്യുള്ളൂ ഉള്ളത്, ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പോ മുന്തിരിയോ ഉണ്ടെങ്കിൽ അത് നെയ്യിൽ വാട്ടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നല്ലപോലെ കുറുകി ഇതുപോലെ സെറ്റായി വരും. പായസമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ടേസ്റ്റൊക്കെ ഉണ്ട്. എവിടെയോ ചക്കയുടെ ഒരു പുളിപ്പുണ്ട്. മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്യാം. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.